അപ്പം വേണ്ട ഇവരാണ് ബോബനും മോളയും. 2 ദിവസം മുന്നേ നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിയ 2 ആട്ടപ്രാവുകളാണ്. ഞാൻ ആദ്യമായിട്ടാണ് പ്രാവുകളെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പറ്റിയുള്ള അറിവും എനിക്ക് വളരെ കുറവാണ്. എന്നാലും നമ്മുടെയുമായിട്ട് അത്യാവശ്യം ഇവർ ഇണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെൻ്റെ കയ്യിലെത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു കഥയാണ്. കുറച്ച് ദിവസം മുന്നേ, അതായത് ഒരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ ഞാൻ എൻ്റെ കെട്ടിയോട് പറഞ്ഞ് ഞാൻ 2 പ്രാവിനെ വാങ്ങട്ടെ ഇടയെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് പ്രാവിനെ വളർത്തുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് മുകളിലൊക്കെ കയറി കാഷ്ടിക്കും, പിന്നെ നീ വൃത്തിയാക്കാൻ നടക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നാൽ ഓക്കെ നമുക്ക് വാങ്ങണ്ട. അങ്ങനെ ഇരുന്ന് ആ സംഭവങ്ങളൊക്കെ അങ്ങ് വിട്ട് അതെല്ലാം മറന്നിരിക്കുമ്പോഴാണ് ഇന്നലെ പുള്ളിക്കാരൻ്റെ ഒരു കൂട്ടുകാരന് 2 പ്രാവുമായിട്ട് വീട്ടിൽ വരുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിലില്ലായിരുന്നു, അമ്മയുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തിട്ട് പോയത്. ഞാൻ വരുമ്പം അമ്മ 2 പ്രാവിനെയും കൊണ്ടിരിക്കുന്നു. പ്രാവിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ കൊടുത്തു വിട്ടതാണെന്ന്. ആദ്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഇതിനെ എങ്ങനെ വളർത്തും, ഇതിനെപ്പറ്റി വളർത്തുന്ന ഒരു പരിചയം എനിക്കില്ല. എന്നാലും ഇവരുടെ ഭംഗി കണ്ടപ്പം കൊടുക്കാനും തോന്നിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഒരു കൂടൊക്കെ ഉണ്ടാക്കിയതല്ല, പഴയൊരു കൂടിരുന്നത് സെറ്റാക്കി ഇവർക്ക് കൊടുത്ത് വളർത്താൻ തുടങ്ങി കേട്ടോ. ഈ കൂടൊന്ന് മോഡിഫൈ ചെയ്യണം, കുറച്ച് പെയിൻ്റൊക്കെ അടിച്ച് ഒന്ന് വെള്ള കളറാക്കണം, പിന്നെ അതിൻ്റെ മുകളിൽ ഓട് ഇടണം എന്നൊക്കെയുണ്ട്. പക്ഷേ മഴ കാരണം അതിനൊന്നും ഇതുവരെ എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പം പ്രാവുകൾ അത്യാവശ്യം നമ്മൾ ഇണങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സന്ധ്യയായേ, നമ്മുടെ കോഴികളെയൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. കോഴികൾ പ്രാവിനെ കൊത്തുമോയെന്നൊരു പേടി, അതുകൊണ്ട് അവരെ കൂട്ടി പിടിച്ചിടാൻ നോക്കുവാണ്. കൊത്താനാണോ എന്ന് അറിയത്തില്ല കേട്ടോ, കോഴികൾ ഓടി അടുത്തോട്ടൊക്കെ വരുന്നുണ്ട്. ഇയാളിതിനെ പിടിച്ച് കൂട്ടിലാക്കാൻ കുറേ ശ്രമിച്ച്, പക്ഷേ പ്രാവ് പിടികൊടുത്തില്ല. അവസാനം പോരാൾ തന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ നമ്മുടെ പ്രാവുകളെയൊക്കെ കൂട്ടിലാക്കി നമ്മൾ പിന്നെ നമ്മുടെ ബാക്കി ജോലികളിലൊക്കെ അങ്ങ് തിരിഞ്ഞ്. അപ്പം ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ.